ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ ഇതിങ്ങനെ തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് 2 മീറ്റർ തുണിയാണ്. അതിന് ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്, രണ്ടായി മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെട്ടാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനാണ്. പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 35 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ച് ബാൻഡിന് ഇടുന്നുണ്ട്. ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ആയിരിക്കും ഇടുന്നത്. പിന്നെ 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനാണ്. അപ്പോൾ ടോട്ടൽ 38 ഇഞ്ചാണ് പാൻറ്റിൻ്റെ ഇറക്കമായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിൻ്റെ ഹിപ്പാണ്. എവിടെയാണ് പാൻറ്റ് ഇടുന്നത് അതിൻ്റെ വണ്ണം, അരവണ്ണം, അത് 34 ഇഞ്ചാണ് വരുന്നത്. അപ്പം അതിൻ്റെ 4 എടുക്കുമ്പോൾ 8.5 ഇഞ്ച് കിട്ടും. അതിന് കൂട്ടത്തിൽ 1.5 ഇഞ്ച് ഒരു ലൂസിന് വേണ്ടി നമ്മളിടാം. അപ്പോൾ 10 കിട്ടും. ഇതിലിപ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയിട്ടില്ല. പിന്നെ താഴത്തെ ആംഗിൾ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5 ഇഞ്ച് കൊടുക്കാം. ഈ ക്രോച്ച് ലെങ്ത് ഉണ്ട്, അത് 10 ഇഞ്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഹിപ്പ് അടയാളപ്പെടുത്താം. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ ഹിപ്പ് വരുന്നത് അതിൻ്റെ 4 എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് ലൂസിന് വേണ്ടി കൂട്ടാം. അപ്പോൾ നമുക്കൊരു 10 ഇഞ്ച് കിട്ടും. അപ്പോൾ അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ തുണീനെ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഈ മടക്കി വെക്കുന്ന നമുക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ബാൻഡിൻ്റെ നീളം അടയാളപ്പെടുത്താം. 2 ഇഞ്ചാണ് ബാൻഡായിട്ട് എടുക്കുന്നത്. ആ ലൈനിനെ നമുക്ക് ഇതുപോലെ നീട്ടി വരച്ചു കൊടുക്കാം. ഇത് സാധാ സൽവാർ പാൻസ് തയ്ക്കുന്ന പോലെ അല്ല, കുറച്ച് മെഷർമെൻറ്റ്സിൽ വ്യത്യാസമുണ്ട്. ഇനി ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്താം. 10 ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. മാക്സിമം നമുക്ക് 12 ഇഞ്ച് വരെ അതിൻ്റെ ഇറക്കം കൂട്ടാം. സിഗരറ്റ് പാൻറ് ആയതുകൊണ്ട് 10 ഇഞ്ച് നമുക്ക് എടുക്കാം. ആ പോയിന്റിൻ്റെ അവിടെ ഇതൊരു ലൈൻ വരയ്ക്കാം. ഇനി ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കാനാണ് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്ര വരണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൻ്റെ അവിടെ ആയിരിക്കണം ടേപ്പ് വയ്ക്കേണ്ടത്. അവിടെ നിന്ന് നേരെ താഴേക്ക് 35 ലെങ്ത്ത് എടുക്കേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ മാർക്ക് ചെയ്യുക. ഹിപ്പ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 10 ഇഞ്ചാണ്. ഇനി ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് നമ്മളിവിടെ എടുത്തിരുന്നു. അപ്പോൾ 10 + 2 12 ഇഞ്ച് വരും. അതിൻ്റെ പകുതി 6 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ 10ൻ്റെ പകുതി എടുക്കരുത്. 10 + 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിരുന്നു. അവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അത് നേരെ താഴെ കാലിൻ്റെ അറ്റഭാഗം വരെ നമ്മളത് ജോയിൻ ചെയ്യുക. ഇവിടെ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തു. ഇനി നമ്മുടെ അതിൻ്റെ കാൽ വണ്ണം അടിയിലത്തെ വരുന്നത് 10 ഇഞ്ചാണ് ടോട്ടൽ. അതിൻ്റെ 4 2.5 ഇഞ്ച്. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യണേന്ന് നോക്കാം. ഇതുപോലെ ആ പോയിന്റിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് 2.5 ഇഞ്ചും അതുപോലെ അപ്പുറത്തെ സൈഡും 2 ഇഞ്ചും മാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 5 ഇഞ്ച് കിട്ടും.
അപ്പോൾ കാലിൻ്റെ ചുറ്റളവ് 10 ആയിരിക്കും. അപ്പം അതിൻ്റെ പകുതി 5 ഇഞ്ച് സൈഡിലേക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വിട്ട് കൊടുക്കാം. അതുപോലെ അപ്പുറത്തെ സൈഡും 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി ഈ ഹിപ്പിൻ്റെ ഈ പോയിന്റ് താഴത്തെ പോയിന്റായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ തയ്യൽ തുമ്പ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് അവിടേക്ക് ഈ ലൈൻ കൊണ്ടുവരണം. അപ്പം നമുക്കത് ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. ഈ പോയിന്റിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ടേപ്പ് വെച്ച് നേരെ താഴേക്ക് ആ തയ്യൽ തുമ്പ് കൊടുത്ത പോയിന്റ് വരെ ഇതുപോലെ ജോയിൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സിഗരറ്റ് പാൻറ് ജോയിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നമ്മൾ ഇതുപോലെ വെട്ടുന്നത്. ബാക്ക് പോർഷൻ നമ്മൾ വേറെ സെപ്പറേറ്റ് വെട്ടും. അതിനെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഈ പോയിന്റ് നമ്മളിതുപോലെ വരച്ചു കൊടുക്കാം. ഇനി താഴത്തെ ആംഗിൾ ലെങ്ത്ത് നമ്മൾ വെട്ടാണ്. പിന്നീട് ഈ സൈഡിലേക്കുള്ള ഈ ഒരു ഭാഗം വെട്ടിക്കൊടുക്കാം. തയ്യൽ തുമ്പ് പോരാന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തയ്യൽ തുമ്പ് കൊടുക്കാം. ഇപ്പം ഇവിടെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ കുറച്ച് തയ്യൽ തുമ്പ് കൂടുതൽ കൊടുക്കാൻ നോക്കാം. ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ക്രച്ചിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ വെട്ടിക്കൊടുക്കുകയാണ്. വെട്ടിക്കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് എല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വെട്ടാൻ പോകുന്നത് ബാക്ക് പീസാണ്. അപ്പോൾ അതിന് വേണ്ട തുണിയാണ് ഇവിടെ വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഈ ഫ്രണ്ട് പീസ് വെച്ച് അതിൻ്റെ അളവ് ഇതുപോലെ മെഷർ ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിൽ തുടങ്ങി താഴെ വരെ ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വശവും ഇതുപോലെ അടയാളപ്പെടുത്താം. ഇനി ഇവിടെ നിന്ന് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഗ്യാപ്പിൽ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്ക് പീസിനും നമ്മൾ കുറച്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കണവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് തയ്യൽ തുമ്പ് കൊടുക്കണം, നല്ലതാണ്. ഇനി നമുക്കിത് ബാക്ക് പോർഷൻ വെട്ടിക്കൊടുക്കാം. ആ ഒരു സൈഡ് മാത്രമാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഈ വെട്ടണ ഈ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണ്ട. ഇപ്പം നമ്മൾ ഈ 2 വശവും മാർക്ക് ചെയ്ത് വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബാക്ക് പീസിൽ 2 പീസും ഫ്രണ്ട് പീസിൽ 2 പീസും കിട്ടി. ഇനി ഇതെങ്ങനെയാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. അതിൻ്റെ നല്ല വശം ചേർത്ത് ഈ ഒരു ക്രച്ചിൻ്റെ ഭാഗം നമുക്ക് തയ്ച്ചു കൊടുക്കാം.
നല്ല വശം അതിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം അടിക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെയും നല്ല വശം ചേർത്ത് ഈ ക്രച്ചിൻ്റെ ഭാഗം ഈ ഷേപ്പിൽ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ 2 സൈഡും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ബാക്ക് പീസും ഇതുപോലെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ നിവർത്തിയിടാം. ഇത് ഫ്രണ്ട് പീസും താഴെ വെച്ചിരിക്കുന്നത് ബാക്ക് പീസും ആണ്. അപ്പം അതിൻ്റെ നല്ല വശം ചേർത്ത് ഇതുപോലെ വയ്ക്കാം. നമ്മളിതുപോലെ ഒപ്പം വെച്ചിട്ട് ഇതിൻ്റെ പാൻറ്റിൻ്റെ ഈ 2 സൈഡും അടിച്ചു കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാൻറ്റിൻ്റെ നല്ല വശം ചേർത്തിട്ട് വേണം ഈ 2 സൈഡും അടിക്കേണ്ടത്. ഇനി ഈ ഒരു സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് ബാക്കി ഇതുപോലെ ഇരിക്കേണ്ടാവും. അപ്പം നമ്മൾ ആ തുണീനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സിഗരറ്റ് പാൻറ്റ് തയ്ക്കുന്നത്. രണ്ടും ഒപ്പത്തി വെച്ചിട്ട് നമ്മളിതുപോലെ തയ്ച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ ഈ സൈഡും അടിച്ച് താഴെ വരെ അടിച്ചു കൊടുക്കുക. ഈ ഭാഗം നമ്മൾ മടക്കി ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഷേപ്പിൽ ആ പാൻറ്റ് അടിച്ചു പോവുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ പാൻറ്റാണിത്. 2 മീറ്ററിൽ തന്നെ നമുക്ക് ഈ പാൻറ്റ് തയ്ക്കാൻ പറ്റും.